നമസ്കാരം. കർണാടകത്തിൽ സിദ്ധരാമയ്യയ്ക്ക് ഏകദേശം 4 വർഷമെങ്കിലും തികയ്ക്കാനായി. എന്നാൽ ഇവിടെ വി ഡി സതീശൻ അടുത്ത 6 മാസമെങ്കിലും മുഖ്യമന്ത്രി കസേരയിൽ സ്വൈരമായിട്ട് ഇരിക്കുമോ എന്നുള്ള കാര്യം സംശയത്തിലാണ്. കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുന്നെയാണ് വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും കെ സി വേണുഗോപാലും കൂടെ ഒരു ഡൽഹി യാത്ര നടത്തിയത്. 3-ൽ ഒരാൾക്ക് മുഖ്യമന്ത്രിയാകണം, അതായിരുന്നു ഉദ്ദേശം. കെ സി വേണുഗോപാൽ പാർട്ടിയിൽ ശക്തനായിരുന്നെങ്കിലും അതിനെയൊക്കെ അതിജീവിച്ച വി ഡി സതീശൻ മുഖ്യമന്ത്രിയായി. ആ മുഖ്യമന്ത്രി ആയത് മുതൽ ഒരു അവസരം നോക്കിയിരിക്കുകയായിരുന്നു കെ സി വേണുഗോപാൽ. ഇതാ കെ എസ് യുവിൻ്റെ വിഷയം തന്നെ മുന്നിൽ വന്നിരിക്കുന്നു. കെ സി വേണുഗോപാൽ ഒന്നും നോക്കിയില്ല, ഇന്ന് തന്നെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അത് പ്രഫുല്ലചന്ദ്രനെ അനുസ്മരിച്ചുകൊണ്ടാണെങ്കിലും കെ എസ് യു കാലത്തെ പ്രക്ഷോഭങ്ങളെയെല്ലാം മുഖ്യമന്ത്രിയെ ഒന്ന് ഓർമ്മിപ്പിക്കുക കൂടിയാണ് ആ പോസ്റ്റിലൂടെ അദ്ദേഹം ചെയ്തത്. അത് മാത്രമല്ല, മാധ്യമങ്ങൾക്ക് മുന്നിൽ കൂടി അദ്ദേഹം ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: കെ എസ് യുവിനും ചില കാര്യങ്ങൾ പറയാനുണ്ട്. അതിൽ എല്ലാ കാര്യങ്ങളും അദ്ദേഹം ഒളിപ്പിച്ചു വച്ചിട്ടുണ്ടായിരുന്നു. അതിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇത്തരം കാര്യങ്ങൾ ഒളിപ്പിച്ചു വച്ചിട്ടുണ്ടെങ്കിൽ അണിയറയിൽ ഇതിൽ അധികം വിഷയങ്ങൾ നല്ല സജീവമായി തന്നെ ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു. കെ മുരളീധരൻ ഒഴിച്ചു നിർത്തിയാൽ മറ്റ് പല ആൾക്കാരും ഇപ്പോൾ വി ഡി സതീശന് നേരെ ആയുധവും എടുത്തുകൊണ്ട് ഇറങ്ങിയിട്ടുണ്ട്. വി ഡി സതീശന് 6 മാസം അതുകൊണ്ട് തന്നെ തികയ്ക്കാനാകുമോ എന്നത് വലിയ സംശയത്തിലാണ്. മാത്യു കുഴൽനാടനെ നമുക്ക് കുറ്റമൊന്നും പറയാൻ പറ്റില്ല. കാരണം വളരെ ശക്തമായ രീതിയിൽ ഇടതുപക്ഷത്തിനെതിരെ പോരാടിയ കോൺഗ്രസ് പക്ഷത്തു നിന്നുള്ളൊരു നേതാവായിരുന്നു മാത്യു കുഴൽനാടൻ. എന്നാൽ അധികാരം കിട്ടിയപ്പോൾ വളരെ ഫലപ്രദമായി മാത്യു കുഴൽനാടനെ തഴഞ്ഞു. സ്വപ്ന സുരേഷ് വിഷയമൊക്കെ ഉണ്ടായപ്പോൾ പിണറായി വിജയനെ ഉത്തരം മുട്ടിച്ച വളരെ ശക്തനായ നേതാവ് തന്നെയായിരുന്നു മാത്യു കുഴൽനാടൻ. എന്നാൽ കെ സി വേണുഗോപാൽ പക്ഷത്താണ് എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് തന്നെ മന്ത്രിസഭയിൽ ഉൾപ്പെട്ടില്ല. എന്നാൽ ഇനി വരുന്ന KPCC അധ്യക്ഷന്മാരുടെ തിരഞ്ഞെടുക്കുന്ന കാര്യങ്ങളിൽ ഒരു താക്കോൽ സ്ഥാനത്തേക്കെങ്കിലും മാത്യു കുഴൽനാടൻ വരുമോ ഇല്ലയോ എന്നുള്ളതാണ് ഇനി വരുന്ന പ്രധാനപ്പെട്ട സംശയം. കാര്യങ്ങൾ എന്ത് തന്നെയാണെങ്കിലും കെ സി വേണുഗോപാൽ ഇപ്പോൾ വളരെയധികം ശക്തനാണ്. പ്രത്യേകിച്ചും കെ എസ് യു വിഷയവുമായി ബന്ധപ്പെട്ട് കെ സി വേണുഗോപാലിനൊപ്പം ജിൻഡോ ജോൺ, അങ്ങനെ ഒരു വലിയ നിര തന്നെയുണ്ട്. അങ്ങനെ പാർട്ടിയെ വരുതിക്കാക്കി KPCC പ്രസിഡന്റ് സ്ഥാനവും കൂടി അദ്ദേഹത്തിൻ്റെ കൈകളിലേക്ക് എത്തിപ്പെട്ടാൽ തീർച്ചയായിട്ടും സംസ്ഥാനം പോലെ തന്നെ മറ്റൊരു അധികാര കേന്ദ്രമായി KPCC മാറും. നിരന്തരം വി ഡി സതീശന് നേരെയുള്ള അസ്ത്രങ്ങൾ അവിടെ നിന്നായിരിക്കും വരാൻ പോകുന്നത്. ഒരുപക്ഷെ ഇടതുപക്ഷം തൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ ഫലപ്രദമായി അത്തരം ആയുധങ്ങൾ ഉപയോഗിക്കുവാൻ KPCCക്കായിരിക്കും സാധിക്കുക. അതോടുകൂടി ഭരണത്തെ തങ്ങൾക്ക് അനുകൂലമായ രീതിയിൽ മാറ്റിയെടുക്കുവാനാണ് കെ സി വേണുഗോപാൽ ശ്രമം നടത്തുന്നത്. അതോടൊപ്പം വി ഡി സതീശൻ്റെ തള്ളിനും കുറവില്ല കേട്ടോ. 3 ലക്ഷം കോടി രൂപയോളം കേരളത്തിലെത്തുമെന്നായിരുന്നു സഖാവ് പിണറായി വിജയൻ പറഞ്ഞെങ്കിൽ 10,000 കോടി കേരളത്തിലെത്തിക്കും എന്നതായിരുന്നു വി ഡി സതീശൻ്റെ വാദം. എന്നാൽ അതും തള്ളുകഥയാണ് എന്ന് മാധ്യമങ്ങൾ ഇതിനോടകം തന്നെ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഈ വിവരങ്ങൾ പൊതുവായി എല്ലായിടത്തേക്കും എത്തുമ്പോൾ ഇത് ഒരു തള്ളുകഥയുടെ തുടക്കം മാത്രമായി മാറുകയാണ്. ഇനി അങ്ങോട്ട് സംഘർഷഭരിതമായിട്ടുള്ള ചക്കളത്തിപ്പോരായിരിക്കും മാധ്യമങ്ങൾക്ക് കിട്ടുവാൻ പോകുന്നത്. 5 വർഷം തന്നെ തികച്ചു ഭരിക്കുമോ, അതോ അതിനകം തന്നെ വി ഡി സതീശനും കെ സി വേണുഗോപാലും പല പാർട്ടികളിലേക്ക് ചേക്കേറുമോ എന്നതാണ് ഇനി നമുക്ക് പൊതുജനങ്ങൾക്ക് മനസ്സിലാക്കാനുള്ളത്. എന്തായാലും അത്തരം രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. PSC പ്രശ്നം ഒരു ഭാഗത്തൂടെ തകൃതിയായി നടക്കുന്നുണ്ട് കേട്ടോ. PSC ചെയർമാനാണ് ഈ അഴിമതികളുടെ ഒക്കെ ഒരു പ്രധാനപ്പെട്ട ഇടമെങ്കിലും ഇപ്പോഴും തുടർക്കഥയാകുന്ന ചോർച്ചകൾ കൂടിയുണ്ട്. ഇന്നും ഒരു PSC പരീക്ഷ ചോരുകയുണ്ടായി. ഡൽഹിയിൽ CJP നേതൃത്വത്തിൽ വലിയ പ്രക്ഷോഭങ്ങൾ BJPക്കെതിരെ NDAക്കെതിരെ നടത്തുമ്പോൾ ഇങ്ങ് കേരളത്തിലും സ്ഥിതി വ്യത്യസ്തമല്ല. ഉദ്യോഗാർത്ഥികൾ ഉറക്കമിളഞ്ഞ് പഠിക്കുന്നതിൻ്റെ അനന്തര ഫലം അവർക്ക് ലഭിക്കുന്നത് ഇത്തരത്തിലുള്ള ചോദ്യപേപ്പർ ചോർച്ചകളായിട്ടും അനധികൃതമായിട്ടുള്ള നിയമനങ്ങളുടെ രൂപത്തിലുമാണ്. എന്തായാലും ഈ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. KCയുടെ പ്രധാനപ്പെട്ട പ്രശ്നം പ്ലീഡർ നിയമനമാണ്. പ്ലീഡർ നിയമനത്തെ സംബന്ധിച്ച് എല്ലാവരിലും ഈ വാർത്ത എത്തിയിട്ടുണ്ടാകും. തീർച്ചയായിട്ടും അത് പ്ലീഡർ നിയമനമാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാമെന്നുള്ള കാര്യം തന്നെയാണ്. പക്ഷേ ഈ പ്ലീഡർ നിയമനത്തെ സംബന്ധിച്ചിടത്തോളം എന്തിനാണ് ഇടതുപക്ഷത്തിനകത്തുനിന്ന് ആൾക്കാരെ എടുത്തത്? ഞങ്ങൾ ഒരുപാട് സമരം ചെയ്തല്ലേ നിങ്ങളെ അധികാരത്തിൽ ഏറ്റിയത്, എന്നിട്ടും എന്തേ ഒരു വാക്ക് പോലും ഞങ്ങളോട് ചോദിച്ചില്ല. ഇനി ചോദിക്കാത്തതും പോട്ടെ, ഒരു പ്രധാനപ്പെട്ട ഫംഗ്ഷൻ്റെ ഇടയിൽ നിൽക്കുമ്പോൾ ഒന്ന് ഞങ്ങളിൽ ഒരുവനെ കൂടി ഒന്ന് പുഞ്ചിരിയോടെ നോക്കിക്കൂടെ എന്നാണ് അലോഷ്യസിൻ്റെ വിഭാഗം പറയുന്നത്. എന്നാൽ മറ്റു ചില വിഭാഗങ്ങളും KS യുവിനകത്തും തലവെക്കുന്നുണ്ട്. ആകെ കൂടി KS യുവും 2ആയി, കോൺഗ്രസും 2ആയി. ഇനി അങ്ങോട്ട് അടിപൊളി ഓണം കണക്കിനുള്ള ഒരു ആവേശോജ്വലമായ രീതിയിലായിരിക്കും
കേരളത്തിൻ്റെ രാഷ്ട്രീയം പോകുന്നത്. ഇടതുപക്ഷത്തിന് പ്രത്യേകിച്ച് വലിയ റോളൊന്നും ഉണ്ടായില്ല. ഇടയ്ക്കിടയ്ക്ക് SFIക്കാരെ കൊണ്ട് സമരം നടത്തിയാൽ മതിയാകും. അതിന് കാരണഭൂതൻ തന്നെ ധാരാളമാണ്. ഇടയ്ക്ക് എന്തെങ്കിലും മാധ്യമങ്ങളെടുത്ത് പറഞ്ഞാൽ മതി, തിരിച്ചു ചോദിച്ചാൽ അപ്പോൾ തന്നെ പുള്ളി പിണങ്ങിപ്പോകും. പക്ഷേ VD സതീശൻ അങ്ങനെ പിണങ്ങിപ്പോകുന്നില്ല എങ്കിലും പാർട്ടിക്കാരോടടുത്ത് പിണക്കം തീർക്കുന്നുമുണ്ട്. എന്തായാലും കാര്യങ്ങൾ ഉഷാറായിട്ടുണ്ട്.